ഈ ഓണക്കാലത്ത് തിരുവനന്തപുരം മൃഗശാലയിൽ 7 മാസം പ്രായമുള്ള 2 സിംഹക്കുഞ്ഞുങ്ങൾ സിംബയും സൂര്യയും ഈ സംരക്ഷണ കൂടിൽ നിന്നും തുറന്ന കൂട്ടിലേക്ക് പോവുകയാണ്. മാസത്തെ കഠിന പരിചരണം. സിംഹക്കുട്ടികളല്ലേ, അതിജീവിക്കാതെ എവിടെ പോകാൻ? സിംബയുടെയും സൂര്യയുടെയും കഥ തുടങ്ങുന്നത് 2023-ലാണ്. ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്ക് തിരുപ്പതിയിൽ നിന്നും ലിയോ നൈല എന്നിങ്ങനെ 2 സിംഹങ്ങൾ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചേർന്നു. സിംബയുടെയും സൂര്യയുടെയും മാതാപിതാക്കൾ. എന്ന കാലം കുറെ കാത്തിരിക്കേണ്ടി വന്നു മൃഗശാലയ്ക്ക് ഈ കുസൃതി കൊടുക്കുകൾക്കായി. നൈലയുടെ 3ാമത്തെ പ്രസവവും എന്നാൽ ആദ്യ വിജയകരമായ പ്രസവവുമാണിത്. ജനിച്ച ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അമ്മയിൽ നിന്നും മതിയായ പരിചരണം ലഭിക്കാതിരുന്നതിനാൽ വെറ്റിനറി സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക പരിചരണം നൽകിയാണ് ഇരുവരെയും വളർത്തിയത്. 7 മാസക്കാലം കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്താണ് ഇവരെ ഫോസ്റ്ററിങ് ചെയ്തത്. കാരണം ഇവരുടെ അമ്മ ഇവരെ റിജക്ട് ചെയ്തതിനെ തുടർന്ന് അവർക്ക് നമ്മൾ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഇവർ കണ്ണ് കാണില്ല, അവർക്ക് 11 ദിവസത്തോളം കണ്ണ് കാണാത്ത സാഹചര്യമാണ്. അപ്പോൾ പോലും നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. പല അസുഖങ്ങളൊക്കെ അവർക്ക് ഇതിനിടയ്ക്ക് സംഭവിച്ചു. അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വരാൻ സാധിച്ചു അവർക്ക്. ഇന്നെല്ലാം മറികടന്ന് ആ സിംഹക്കുട്ടികൾ സ്വയം ഭക്ഷണം കഴിക്കുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 7ാം മാസത്തിലെത്തിയ കുഞ്ഞുങ്ങളെ മന്ത്രി OJ ജനീഷ് തുറന്ന കൂട്ടിലേക്ക് വിട്ടതോടെ വളർച്ചയുടെ മറ്റൊരു പ്രധാന ഘട്ടത്തിലേക്ക് അവർ കടന്നു. തുറന്ന കൂട്ടിൽ ഇരുവരെയും കാണുമ്പോൾ കുട്ടികളടക്കമുള്ള കാഴ്ചക്കാർക്കും കൗതുകം. കാണുമ്പോ നല്ല ക്യൂട്ട് ചബ്ബിയാണ്. പേടിയുണ്ടോ? ചെറിയ പേടിയൊന്നും വളർത്തണമെന്നുണ്ട്. ആണോ? സിംഹക്കുട്ടി വളർത്തണമെന്നുണ്ടല്ലേ? പുതിയ അതിഥികളുടെ ലിസ്റ്റ് ഇവിടെയൊന്നും തീരുന്നില്ല. സീബ്രകൾ, കരടി, 1 വർഷത്തിനപ്പുറം ജിറാഫ്. തിരുവനന്തപുരം മൃഗശാലയുടെ സീൻ മാറും. 9.5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സീബ്രകൾ എത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറേ വർഷങ്ങളായി നമ്മൾ ഈ ജിറാഫിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിറാഫിന് വേണ്ടി കൂടുകളൊക്കെ സജ്ജീകരിച്ച് കാത്തിരിക്കുകയാണ്. ജിറാഫിനെ കൊണ്ടുവരാനുള്ള ഒരു നടപടിക്രമം കൂടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. ജിറാഫിനെ കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളുടെ അപ്രൂവൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. 1 വർഷം കൊണ്ട് നമുക്കിവിടെ ജിറാഫിനെ കൂടി എത്തിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരിട്ട് കൂട്ടിലെത്തി കണ്ട സിംഹക്കുട്ടികൾ വളർന്നപ്പോൾ ചെറിയ ഭയം ഉള്ളിൽ തോന്നിയത് മന്ത്രിയും മറച്ചു വെച്ചില്ല. വളരെ മെഡിക്കലായ 2 സിംഹക്കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു വട്ടം വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് പിന്നെ കൂട്ടിലൊക്കെ ഒന്ന് കയറി ഒന്ന് നോക്കിയതാണ്. ഇപ്പോൾ പക്ഷേ കൂട്ടി കയറാവുന്ന പരുവല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ സർക്കാരിന് വേറെ പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമ്മൾ കൂട്ടി കയറിയിട്ടില്ല. ഇനി കുറച്ച് മാസങ്ങൾ മാത്രം തിരുവനന്തപുരം മൃഗശാലയിൽ സിംബയുടെയും സൂര്യയുടെയും ഗർജനം മുഴങ്ങാൻ. അപ്പൊ പ്രിയപ്പെട്ട മലയാളികളെ, ഈ ഓണക്കാലത്ത് നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ വേണ്ടി ഇവിടെ സിംബയും സൂര്യയും നമ്മുടെ സിംഹക്കുട്ടികൾ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോന്നോട്ടെ. ക്യാമറ പേഴ്സൺ ഷിബു ചെടിച്ചേരിക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.